ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പനാമ ടയർ മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. നമ്മൾ നാട്ടിൽ പോകുന്ന വഴിക്കാട്ടോ ഞങ്ങൾ പോയത്. ഞാൻ അന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ലേറ്റായി, സോറി ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ടയർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. ഞാൻ കുറേ കാർസിൻ്റെ ഇതിൻ്റെ എല്ലാം വണ്ടികളുടെ എല്ലാം ഫോട്ടോസും വീഡിയോസെല്ലാം ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഭയങ്കര സന്തോഷമാണ്, നാട്ടിലേക്കും പോവുകയാണ്. അപ്പോൾ ഇതും കാണാം. അപ്പോൾ എല്ലാം കൂടിയായിട്ട് ഭയങ്കര നല്ലൊരു മൂഡായിരുന്നു. അപ്പോൾ നമ്മളൊരു 4 മണി 4:30 എത്തിയത് കേട്ടോ. അപ്പോൾ ഈ കാറിന് ഈ വണ്ടികളെല്ലാം വണ്ടിപ്രേമികൾക്ക് അടിപൊളിയായിരിക്കും ഈ ഒരു മ്യൂസിയം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, പണ്ടത്തെ കുറേ ഫിലിംസുകൾ, ക്യാമറകൾ, കോയിൻസുകൾ, അങ്ങനത്തെ പണ്ടത്തെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ എൻട്രി ഫീ ആയിട്ട് 75 ആണ് കൊടുക്കേണ്ടത്. അഡൾട്ടിനേ ഉള്ളൂ കേട്ടോ, മക്കൾക്കൊന്നുമില്ല. അപ്പോൾ അതാ ക്രിസ്മസിൻ്റെ നമ്മൾ 27-ാം തീയതി കേട്ടോ, ഡിസംബർ 27-നാണ് നമ്മൾ പോയത്. അങ്ങനെ അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ക്യൂവിലാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്ത് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പം അതിന് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ കാർസിൻ്റെ ഇതിനൊന്നും കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയ പാടന്നെ ഇങ്ങനെ ഫസ്റ്റത്തെ ടയർ മുതൽ ഇങ്ങനെ ഡെവലപ്പായി ഇതിലേക്ക് വരെ എത്തിയിട്ടുള്ള ഫസ്റ്റ് അതാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഓരോരോ വണ്ടികളുണ്ട്. വണ്ടിപ്രേമികൾക്ക് മസ്റ്റായിട്ട് വരേണ്ട കേട്ടോ. ഒരുപാട് സ്കൂൾ കുട്ടികളെല്ലാം ഉണ്ടായിന് ഈ കൂട്ടത്തിൽ. സ്കൂൾ നല്ല അഫു പറയതാക്കി ഇങ്ങനെയല്ലേ മുഖം ആ കാറിന്. അപ്പോൾ സ്കൂൾ കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇത് പിന്നെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾ പോയിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഇതിങ്ങനെ കാണില്ലാണ്ട് ഞാൻ ഇതിലേക്ക് പറ്റി. ഇവൻ്റെ കുരുത്തക്കട എന്താ വെച്ചാൽ ഇവർ ഈ റെഡിൻ്റെ അപ്പുറം കടന്നുകൂടാ. ഇവന് മാക്സിമം അപ്പുറത്തേക്ക് പോയിട്ട് കലമ്പാക്കാം. മച്ചന്മാരെ, വണ്ടിപ്രേമികൾ വരേണ്ട ഒരു സ്ഥലമാണ് ആക്ച്വലി പയാന മൈസൂരിലെ കാർ ഗാരേജ്. ഇത് ഒരു മ്യൂസിയമാണ് ആക്ച്വലി. ബട്ട് ഇവിടെ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴയ വിൻറ്റേജ് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് നല്ല നല്ല മോഡൽ. നമ്മളെ വൺസ് ഒരു വണ്ടിപ്രേമന്മാർ ഇതിനുള്ളിൽ വന്ന വേറെ ലെവലാണ്. അതാണ് അപ്പോൾ പറയേണ്ടതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ചളമാക്കുന്നില്ല. പിന്നെ ഇവ എന്ന് പറഞ്ഞാൽ അലമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെല്ലാം പോയി കാറിൻ്റെ ഇടയിലെല്ലാം പോയിട്ട് അവൻ മാക്സിമം ഓടിക്കളിക്കുന്നു. അവിടുന്ന് സെക്യൂരിറ്റി വരും, വീണ്ടും അവനെ പുറത്താക്കും, വീണ്ടും അവൻ ഓടും. ഇതല്ല അതിന് അവൻ്റെ പരിപാടി. പിന്നെ വേറെ ഒരു സെക്ഷനിലാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞതല്ലോ. ഇതാ കുറേ പണ്ടത്തെ പാത്രങ്ങൾ, ക്യാമറകൾ, പിന്നെ എന്താ പറയുക, കുറേ ഇതുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്. പിന്നെ എനിക്ക് ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കളർ ഞാൻ പറഞ്ഞ ആ കളർ കിട്ടിയിരുന്നില്ല. പിന്നെ നമ്മൾ സ്വന്തം അംബാസിഡർ കാറിതാ അതിൻ്റെ ഫുള്ള് പാർട്സുകളെല്ലാം ഇങ്ങനെ ആക്കിയിട്ടുള്ള ഇതാ. ഇവിടെ കുറേ പണ്ടത്തെ സ്പൂണ്, കയ്യിലെ പാത്രങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവം പറഞ്ഞാൽ ബോറടിച്ചില്ല. എനിക്ക് ചില സമയത്ത് ഭയങ്കര ബോറ്, ചില സമയത്ത് എനിക്ക് ഭയങ്കര ബോറടിക്കും. പിന്നെ ഇവ കരയാനും തുടങ്ങി. കുറേ സമയം ഇവർ വണ്ടീൻ്റെ ആയതുകൊണ്ട് ഇപ്പം മോനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഞാനും ഇവും കൂടി കുറച്ച് കഴിയുമ്പോൾ ഇവ കരയാൻ പറഞ്ഞപ്പോൾ എനിക്ക് അലമ്പായി. എനിക്ക് ബോറടിച്ചു. കാരണം നമ്മൾ നേരത്തെ ഈ സമയം 2-3 മണിക്കൂർ അങ്ങനെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തിരുന്നു ഗൈസ്. അപ്പം പുറത്തിരുന്ന് ഇപ്പോൾ അവർ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതാ ലാസ്റ്റ് എൻഡിങ് വീഡിയോ ഞാൻ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയിട്ടില്ല. പിന്നെ മക്ഡൊണാൾഡ്സിൽ പോയിട്ട് നമ്മൾ ബർഗറെല്ലാം കഴിച്ച് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോവാണ് ഗായ്സ്. ഇതാ സെയിം ടീഷർട്ട് എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ടാറ്റാ, ബൈ ബൈ, സീ യു.